ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മിസോറാമാണ്. എന്തുകൊണ്ട് നമ്മൾ മിസോറാം പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നും RRBക്ക് ഒരു ഹരമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന മിസോറാം ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, ബാക്കി സംസ്ഥാനങ്ങൾ വരും ദിവസങ്ങളിൽ വരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് മിസോറാമാണ്. പടക്കങ്ങൾ എനിക്ക് എന്നും ഒരു വീക്ക്നെസ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് RRBക്ക് മിസോറാം. ഓക്കെ, ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ മിസോറാം നിലവിൽ വന്നത് ചോദിക്കും പരീക്ഷയ്ക്ക് 1987 ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് എന്ത് വന്നത്, മിസോറാം നിലവിൽ വന്നത്. ഓക്കെ, തലസ്ഥാനം ചോദിക്കും. ക്യാപിറ്റൽ ചോദിക്കാത്ത ഒരു RRB പരീക്ഷ നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഞാൻ 2 രൂപ തരാം. ഓക്കെ, ശരി. അപ്പോൾ തലസ്ഥാനം ഐസ്വാളാണ്. തലസ്ഥാനം ഏതാണ്? ഐസ്വാളാണ്. പിന്നെ അതുപോലെ ഹൈക്കോടതി ചോദിക്കും, അത് ഗുവാഹത്തിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റുകൾ മറക്കരുത്. അപ്പോൾ മിസോറാം പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മിസോറാമിൽ നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നാഗാലാൻഡ് വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. മേഘാലയ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. ത്രിപുര വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ 1987 ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഹൈക്കോടതി ഗുവാഹത്തിയിലാണെന്ന് പറഞ്ഞു. തലസ്ഥാനം ഐസ്വാളിലാണെന്ന് പറഞ്ഞു. ഇല്ല, ഇനി അടുത്ത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 1, രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 1. അപ്പോൾ ഇത്രയും ബേസായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3, 4, 5 പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ബേസായിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മിസോറാമിൻ്റെ പ്രത്യേകതകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൽ ഒന്നാണ് കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിക്കും. ഓക്കെ, മിസോറാം എന്ന് പറയുന്നതിൻ്റെ മീനിങ് കുന്നുകളിൽ വസിക്കുന്നവരുടെ നാട് എന്നതാണ്. അപ്പോൾ ആ പോയിന്റ് മറക്കരുത്. പിന്നെ അതുപോലെ ലൂഷായ് ഹിൽസ് എന്ന പേരിൽ അറിയപ്പെട്ട സംസ്ഥാനം. ഓക്കെ, പണ്ടൊക്കെ PSC പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ലൂഷായ് ഹിൽസ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, RRBക്കും ചോദിക്കുന്നുണ്ട്. ഓക്കെ, വ്യവസായങ്ങളില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം. ഇവിടെ കാരണം എന്താണ്? അവിടെ മിസോറാം എന്ന് പറയുന്നത് കുന്നാണ്. ഓക്കെ, കുന്നിൻ്റെ മണ്ടയിൽ എന്ത് വ്യവസായമാണ് കൊണ്ടുവരേണ്ടത്? ഓക്കെ, വേണമെന്ന് വെച്ചാൽ കൊണ്ടുവരാം. അപ്പോൾ അതുകൊണ്ടാണ് എന്താ കാര്യമായിട്ടുള്ള വ്യവസായങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, വ്യവസായങ്ങളില്ലാത്ത നാട് എന്ന് പേരിൽ അറിയപ്പെടുന്നത്. ഇനി പർവ്വത നിവാസികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. പർവ്വത നിവാസികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം. ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറഞ്ഞ മിസോറാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. പിന്നെ ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞ 2ാമത്തെ സംസ്ഥാനമാണ് മിസോറാം. ജനസംഖ്യ കുറഞ്ഞ 2ാമത്തെ സംസ്ഥാനമാണ് മിസോറാം. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കുവേ. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്കിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് മിസോറാം. സാക്ഷരതയുടെ നിരക്കിലും 2ാം സ്ഥാനത്ത് ഏത് തന്നെയാണ്? മിസോറാം തന്നെയാണ്. ഓക്കെ, ഇവിടെ മിസോറാമിലെ ടൈഗർ റിസർവ് ഉണ്ട്. മിസോറാമിൽ ഒരു ടൈഗർ റിസർവ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഡംബ. ഓക്കെ, ഡംബ ടൈഗർ റിസർവ്. മിസോറാമിലെ ടൈഗർ റിസർവിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഡംബ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. മിസോറാമിലെ പ്രധാനപ്പെട്ട സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസോ നാഷണൽ ഫ്രണ്ട് ആണ്. MNF എന്ന് പറയും. മിസോ നാഷണൽ ഫ്രണ്ട് എന്ന് പറയും. ഓക്കെ, മിസോ നാഷണൽ ഫ്രണ്ട് എന്ന് പറയും. ഓക്കെ, നമ്മളിവിടെ കേരള കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്തെന്ന് പറയുന്നത്, മിസോ നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, റോമൻ ലിപി ഉപയോഗിക്കുന്ന മിസോറാമിലെ ഭാഷയാണ് മീസോ. ഓക്കെ, പരീക്ഷയ്ക്ക് ഇതും ചോദിക്കുവാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. റോമൻ ലിപി ഉപയോഗിക്കുന്ന മിസോറാമിലെ ഭാഷ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരം മീസോയാണ്. മീസോ ഭാഷ. ഓക്കെ, മീസോ ഭാഷ. ഓക്കെ, നമുക്ക് മറ്റേ മലയാളം, തെലുങ്ക്, അറബി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ അറിയാവൂ. ഓക്കെ, മീസോ ഭാഷ. ഇനി അവിടെ പ്രധാനപ്പെട്ട 2 ദേശീയ ഉദ്യാനങ്ങളുണ്ട്. ഒന്ന് ബ്ലൂ മൗണ്ടൈൻ ദേശീയ ഉദ്യാനം എന്ന് പറയും. പിന്നെ അവിടെ ഫാൻപൂയി ദേശീയ ഉദ്യാനം.
ഓക്കെ, ബ്ലൂ മൗണ്ടൻ ദേശീയോദ്യാനം. ഓക്കെ, നമുക്ക് അറിയാം ഈ പറയുന്ന മിസോറാമിൽ കുന്നുകളുണ്ട്. അപ്പോൾ നമുക്കത് മൗണ്ടൈൻ ആക്കി എടുക്കാം. അതിന് നമുക്ക് നീല കളർ അടിക്കാം. അപ്പോൾ ബ്ലൂ മൗണ്ടൈൻ എന്ന് കിട്ടും. ഓക്കെ, ബ്ലൂ മൗണ്ടൻ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? മണിപ്പൂരിലാണ്. ഓക്കെ, സോറി, മിസോറാമിലാണ്. നമ്മൾ മിസോറാമല്ലേ പഠിക്കുന്നത്. ഓക്കെ, സോറി, മിസോറാമിലാണ്, തെറ്റിപ്പോയതാണ്, സോറി. ഇവിടെ അടുത്ത പറയുന്നത് മെർലൈൻ ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഈ പറയുന്ന മിസോറാമിലാണ് മെർലൈൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 ദേശീയോദ്യാനങ്ങളായി. പിന്നെ പ്രധാനപ്പെട്ട 2 തടാകങ്ങളുണ്ട്. ഒന്ന് പാലക്ക് തടാകം, മറ്റൊന്ന് താംഡിൽ തടാകം. ഓക്കെ, പാലക്ക് തടാകവും താംഡിൽ തടാകവും എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പരീക്ഷയ്ക്ക് RRB 2019 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. വേറെ ഷിഫ്റ്റിനാണെന്നേ ഉള്ളൂ. അപ്പോൾ പാലക്ക് തടാകം സ്ഥിതി ചെയ്യുന്നത്, താംഡിൽ തടാകം സ്ഥിതി ചെയ്യുന്നതും മിസോറാമിലാണ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റാണ് വാൻടാങ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറാം. മിസോറാമിൽ നിങ്ങൾക്കറിയാം പരീക്ഷയ്ക്ക് വെള്ളച്ചാട്ടങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, പിന്നെ അതുപോലെ തടാകങ്ങൾ, ഇതെല്ലാം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതും പഠിക്കുക. വാൻടാങ് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറാം. മിസോറാമിലെ ആഘോഷങ്ങൾ ചിരിച്ച് മണ്ണ് തപ്പുന്ന ഒരു സംഭവമാണ് മിസോറാമിലെ ആഘോഷങ്ങൾ. നമുക്കിവിടെ ദീപാവലി, വിഷു, പൊങ്കൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ ഈ പറയുന്ന മിസോറാമിൽ ഈ ആഘോഷങ്ങളുടെ എല്ലാം കൂടെ കുട്ട് എന്ന് പറയുന്ന ഒരു പേര് ചേർക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് വിഷു നമ്മളിവിടെ ആഘോഷിക്കുന്നു. നമ്മൾ മിസോറാമിൽ വിഷു ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? വിഷു കുട്ട് എന്ന പേരിൽ പറയും. ഓക്കെ, ആഘോഷങ്ങളുടെയൊക്കെ പേരിന് പിറകെ അവരെന്ത് ചേർക്കൂടാ? കുട്ട് എന്ന പേര് ചേർക്കും. ഓക്കെ, ഇവിടെ നോക്കിയോ, ചപ്ചർ കുട്ട്. ഓക്കെ, ചപ്ചർ കുട്ട് കണ്ടോ? ചപ്ചർ കുട്ട്, മിം കുട്ട്, പോൾ കുട്ട്. ചീത്ത വിളിച്ചതല്ല, ഇത് ആഘോഷങ്ങളാണ്. ഓക്കെ, ഒന്ന് ചപ്ചർ കുട്ട്, മിം കുട്ട്, പോൾ കുട്ട്. ഓക്കെ, അപ്പോൾ ഈ 3 പേരുകൾ മറക്കരുത്. ഓക്കെ, ഈ 3 കുട്ടുകൾ മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത മിസോറാമിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് കുട്ട്. ദാ കൊടുക്കുന്ന ഞാൻ പറഞ്ഞ പോയിന്റ്. ഓക്കെ, മിസോറാമിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുടെയൊക്കെ പേരിന് കൂടെ അവരെന്ത് ചേർക്കും? കുട്ട് എന്ന് പറയുന്ന ഒരു സാധനം ചേർക്കും. ഓക്കെ, ഇനി ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ലയാണ് സെർച്ചിപ്പ്. അത് മിസോറാമിലാണ്. അവിടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ സെർച്ചിപ്പാണ്. അത് മിസോറാമിലാണ്. ഓക്കെ, ഇനി നമുക്ക് RRBക്ക് ആവശ്യമില്ലാത്ത ഒരു 3 പോയിന്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, എന്തായാലും PSCക്കൊക്കെ ചോദിക്കാറുണ്ട്. 2019 മിസോറാം ഗവർണറായി നിയമിതനായ മലയാളി ആര് എന്ന് ചോദിക്കുന്നുണ്ട്. അതാരാണ്ട? PS ശ്രീധരൻ പിള്ള എന്ന് പറയുന്ന ആളാണ്. അതുപോലെ മിസോറാം ഗവർണർ ആകുന്ന 3ാമത്തെ മലയാളിയാണ് PS ശ്രീധരൻ പിള്ള. മിസോറാം ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി വക്കം പുരുഷോത്തമനാണ്. 2011-14 കാലഘട്ടങ്ങളിലാണ് പുള്ളിക്കാരൻ ഗവർണറായിട്ട് ഇരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, മിസോറാം, ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങൾ, ഓക്കെ, നമ്മൾ ഇന്ത്യയുടെ ഇങ്ങനെ ഈ കൈ പോലെ ഇരിക്കുന്ന ഭാഗത്തുണ്ടല്ലോ, അവിടെ ഉള്ള സംസ്ഥാനങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് അവിടെ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രത്യേക പദവിയൊക്കെ കിട്ടിയിരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ആ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ RPFൻ്റെ അസ്ത്ര 2.0 പ്രീമിയം ബാച്ച് നമ്മൾ അഡ്മിഷൻ ഉടനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 600 രൂപയാണ്. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും, സ്റ്റഡി ടിപ്സ്, PDF ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. നമുക്ക് ഡെയിലി ഇപ്പോൾ എക്സാംസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ പിള്ളേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഓക്കെ, താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്യുക? വിളിക്കുക. ഓക്കെ, ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാം. അല്ലെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും മതി, അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു ക്ലാസ് കാണാതെ എല്ലാവർക്കും ബൈ ബൈ.